ഇനി ചോറിന് സൈഡായിട്ട് ഒരു അടിപൊളി കൂട്ടാൻ ഉണ്ടാക്കാം. അതിനായിട്ട് കോവയ്ക്കയും ഉരുളക്കിഴങ്ങും കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് പകുതി സവാള ചേർത്ത് നന്നായിട്ട് വഴറ്റുക. ഇതിലേക്ക് 10 ചെറിയുള്ളി, ഒരു 5-6 വെളുത്തുള്ളി, 4 വറ്റൽമുളക് ചേർത്തിട്ട് നന്നായിട്ട് ചതച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ട് വഴന്ന് വന്നാൽ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. എന്നിട്ട് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കുകയാണ് വേണ്ടത്. ഉരുളക്കിഴങ്ങ് ചെറുതായിട്ടൊന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 12 കോവക്ക നീളത്തിൽ കട്ട് ചെയ്ത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ച് വേവിക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് മൂടി വെച്ചിട്ടാണ് വേവിക്കേണ്ടത്. ഇടയ്ക്ക് 2-3 തവണ മൂടി തുറന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് വെന്ത് കുഴഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അടിപൊളിയാണ്, ട്രൈ ചെയ്ത് നോക്കണേ.